ഒന്ന് വിവരമാണ്, അറിവാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പ്രഖ്യാപനം നടത്തി, മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അതേ സ്വർഗത്തിൽ നിന്നുള്ളൊരു പൂന്തോപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപനം നടത്തി. സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷം. അല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടിൽ ഒരു സ്വർഗം കിട്ടിയല്ലോ. ആ സ്വർഗത്തിൽ എപ്പോൾ വേണമെങ്കിലും കയറി നിസ്കരിക്കാമല്ലോ, ഏതു സമയത്ത് വേണമെങ്കിലും ഖുർആൻ ഓതാമല്ലോ. സ്വഹാബത്തിന് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ അതിനിടയിലതാ ഒരു കരച്ചിൽ കേൾക്കുന്നു. ആരാണ് ആ കരയുന്നത്? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് കരയുന്നത്. സ്വഹാബത്ത് ചോദിക്കുന്നു, അല്ലയോ സിദ്ദീഖ് തങ്ങളെ, നമുക്ക് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ കൺമുറ്റത്തൊരു സ്വർഗം കിട്ടിയാൽ കരയുകയാണോ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ സ്വഹാബാ, നമുക്കൊരു സ്വർഗം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. എപ്പോൾ വേണമെങ്കിലും വന്നു നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള നമ്മളെ പോലെയുള്ള വിശ്വാസികളില്ലേ, അവർക്ക് ഈ സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിക്കാൻ എത്ര പ്രയാസമുണ്ട്, എത്ര ത്യാഗം സഹിച്ചുകൊണ്ട് ഇങ്ങോട്ടെത്താൻ എത്ര പ്രയാസമുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലോകത്തുള്ള മറ്റു മുസ്ലിമീങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് സങ്കടപ്പെടുന്നത്. ഇത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട മറ്റു സ്വഹാബാക്കൾ അവരും അതാ വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു. അവര് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവരം പറയുന്നു, നബിയേ, ഞങ്ങൾക്ക് ഇവിടെ കൺമുമ്പിൽ ഒരു സ്വർഗം കിട്ടിയപ്പോൾ വല്ലാതെ സന്തോഷിച്ചു പോയി നബിയേ. എന്നാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഞങ്ങളെ സന്തോഷം നശിപ്പിച്ചു നബിയേ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ഓഫർ പ്രഖ്യാപിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഒരു ഓഫർ കൊടുക്കുകയാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. വിജ്ഞാനത്തിന്റെ മജ്ലിസ്, അറിവ് പറയുന്ന സ്ഥലങ്ങൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, മജ്ലിസുകൾ, അങ്ങനെ അറിവുമായി ബന്ധപ്പെടുന്ന പ്രദേശങ്ങൾ, അത് സ്വർഗത്തിൽ നിന്നുള്ള പൂന്തോപ്പാണ് കേട്ടോ. മദീനയിൽ തന്റെ മിമ്പറിന്റെയും മഖ്ബറയുടെയും ഇടയിലുള്ള സ്ഥലം, ഇപ്പോൾ മഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്, ആ വീടിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് തന്നെ പറയുന്നു, ഇൽമു പഠിക്കുന്ന പ്രദേശം, സ്ഥലം, അത് സ്വർഗത്തിൽ നിന്നുള്ള പൂന്തോപ്പാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ അറിവ് പഠിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ അറിവുമായി ബന്ധപ്പെടുന്ന സ്ഥലം സ്വർഗമാണ്. ഇൽമു പഠിപ്പിക്കുന്നവരെ കുറിച്ച് മഹത്വം പറഞ്ഞാൽ സമയം നീണ്ടുപോകും. അതേ അല്ലാഹു തആല വലിയ അനുഗ്രഹം ചെയ്ത വിഭാഗം, കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദീ ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സിലാ. ലോകത്ത് അല്ലാഹു തആല ഇതിനേക്കാൾ അനുഗ്രഹം ചെയ്ത വിഭാഗം ആരാണുള്ളത്? ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും, ഏതുവരെ ഹത്തൽ ഹൂതി മഅനം ലിൽ ഫലാ, മരുഭൂമികളിലൂടെ സഞ്ചരിക്കുന്ന ഉറുമ്പുൾപ്പെടെ, അതേ കടലിന്റെ ആഴങ്ങളിൽ ഊളിയിട്ടുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ വരെ എല്ലാ സമയത്തും അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന ഒരു വിഭാഗമാണ്. ആൾ
ആളുകൾക്ക് വിവരം പറഞ്ഞു കൊടുക്കുന്നവർ, ആളുകൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നവർ, ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും പൊറുക്കലിനെ തേടുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ അറിവിന്റെ ഏതെല്ലാം മേഖല, പഠിക്കുന്നവർക്കുള്ള മഹത്വം, പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവർക്കുള്ള മഹത്വം, ഇതെല്ലാം വിശാലമായി ചർച്ച ചെയ്യേണ്ടതിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. അഥവാ ഞാൻ പറഞ്ഞു